രാഷ്ട്രീയ അസ്ഥിരതയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും നിറഞ്ഞാടുന്ന ബംഗ്ലാദേശിനാണ് 2024 കൺട്രി ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അതും ബ്രിട്ടീഷ് മാഗസിനായ ദ എക്കണോമിസ്റ്റിന്റെ. ഈ വൈരുദ്ധ്യം തന്നെയാണ് നിരീക്ഷകർ ചർച്ച ചെയ്യുന്നത്. കേൾക്കുമ്പോൾ തന്നെ ശുദ്ധ അസംബന്ധം എന്ന് തോന്നുന്ന ഈ നീക്കത്തിന് പിന്നിലെ പാശ്ചാത്യ അജണ്ട, അതാണ് ബ്രിട്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രസ്തുത മാധ്യമത്തിന്റെ നടപടിക്ക് പിന്നിൽ എന്ന് തന്നെയാണ് രാഷ്ട്രീയ വിദഗ്ധരും ഇപ്പോൾ വിലയിരുത്തുന്നത്. ബംഗ്ലാദേശിലെ പരിതസ്ഥിതികൾ മറച്ചുവെച്ച് യൂനൂസ് ഭരണകൂടത്തെ വെളുപ്പിക്കാനുള്ള ദ ഇക്കോണമിസ്റ്റിന്റെ തീവ്രവാദ ശ്രമങ്ങൾ കടുത്ത വിമർശനങ്ങളാണ് ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുള്ളത്. ദ ഇക്കോണമിസ്റ്റിന്റെ ഈ ബഹുമതി പട്ടം എന്തായാലും ബംഗ്ലാദേശിനെ കൂടുതൽ നാശത്തിലേക്ക് തള്ളിവിടുമെന്നതിൽ സംശയമില്ല. ന്യൂനതകൾ പരിഹരിച്ച് തകർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കേണ്ടതിന് പകരം യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഗവൺമെന്റിനെ ഒളിച്ചോടാനുള്ള പഴുതാണ് ഇവിടെ പാശ്ചാത്യ മാധ്യമങ്ങൾ തുറന്നു നൽകുന്നത്. മുഹമ്മദ് യൂനൂസ് ഭരണകൂടത്തിന്റെ പിഴവുകൾ മറച്ചുവെക്കാനുള്ള സാഹചര്യമാണ് ഇതിലൂടെ ഒരുങ്ങുന്നത്. പുതിയ ലിബറൽ ഗവൺമെന്റിന്റെ കീഴിൽ രാഷ്ട്രീയ പ്രതിസന്ധികളെ മറികടന്ന് സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യമായ യാതൊരു ബന്ധവുമില്ലാത്ത ഇത്തരം പ്രസ്താവനകൾ ഭരണകൂടത്തിന് സ്വേച്ഛാധിപത്യ സ്വഭാവം കൈവരിക്കാനുള്ള വഴി കൂടുതൽ സുഗമമാക്കും. ബംഗ്ലാദേശ് അരാജകത്വവും സാമ്പത്തിക തകർച്ചയും ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള നിരന്തരമായ ആക്രമണങ്ങളും അഭിമുഖീകരിക്കുമ്പോൾ ബംഗ്ലാദേശ് സാമ്പത്തിക പുരോഗതിയിലാണെന്ന മാധ്യമ റിപ്പോർട്ട് ഒരു വിരോധാഭാസമായി മാറുകയാണ്. നിശ്ചിത അജണ്ടകളിൽ നിന്നും പരിണമിക്കപ്പെടുന്ന ഇത്തരം വ്യവസ്ഥിത അംഗീകാരങ്ങൾ സ്വേച്ഛാധിപത്യ പ്രവണതകൾക്ക് ശക്തി പകരുകയും രാജ്യത്തെ യഥാർത്ഥ ജനാധിപത്യ പുരോഗതിക്ക് തുരങ്കം വയ്ക്കുകയും ചെയ്യുന്നതാണ്. ബംഗ്ലാദേശ് ഏറ്റവും മികച്ച സമ്പന്നവും സന്തോഷവും നിറഞ്ഞ രാജ്യമാണ് എന്നല്ല തങ്ങൾ അഭിപ്രായപ്പെട്ടത്. മറിച്ച് കഴിഞ്ഞ 12 മാസങ്ങൾക്കിടയിൽ മികച്ച സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കിയ രാഷ്ട്രം എന്ന നിലയിലാണ് ഈ ബഹുമതി നൽകിയത് എന്നാണ് ദ എക്കോണമിസ്റ്റിന്റെ ന്യായീകരണം. എക്കോണമിസ്റ്റിന്റെ തീരുമാനം രാജ്യത്തെ രാഷ്ട്രീയ പ്രക്ഷോഭത്തെയും സ്വേച്ഛാധിപത്യ ഭരണത്തെയും ഒപ്പം ജനാധിപത്യ ഗവൺമെന്റിനെ അട്ടിമറിക്കുന്നതിനെയും പരോക്ഷമായി പിന്തുണയ്ക്കുകയാണ്. സമീപകാലത്തെ ഭരണമാറ്റം ഉദാരവൽക്കരണത്തിലേക്കുള്ള ചുവടുവയ്പ്പാണെന്ന ഒരു തെറ്റായ അനുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കോണമിസ്റ്റിന്റെ കൺട്രി ഓഫ് ദ ഇയറായി ബംഗ്ലാദേശിനെ തിരഞ്ഞെടുക്കാനുള്ള തീരുമാനം വന്നത്. ഈ അവകാശവാദം ആശങ്കാജനകമാണ്. കാരണം ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെന്റ് അതിന്റെ സ്വേച്ഛാധിപത്യ പ്രവണതകൾക്കിടയിലും രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് സാധ്യതയുള്ള ഒരു പ്രദേശത്ത് സ്ഥിരത നിലനിർത്താൻ ശ്രമിച്ചിരുന്നു. മുഹമ്മദ് യൂനൂസിന്റെ കീഴിലുള്ള പുതിയ നേതൃത്വം സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും കുതിച്ചുയരുന്ന അക്രമത്തിലേക്കും വഷളാകുന്ന സാമൂഹിക സാഹചര്യങ്ങളിലേക്കും നയിച്ചുവെന്ന വസ്തുത ദ ഇക്കോണമിസ്റ്റ് മറച്ചുവെക്കുകയാണ്. ഈ അരാജകത്വം ദ എക്കോണമിസ്റ്റിന്റെ അവകാശവാദത്തിന്റെ അടിത്തറയെ തന്നെ തകർക്കുകയാണ്. ബംഗ്ലാദേശ് ഇന്ന് ലിബറൽ വികസന ആശയത്തിൽ നിന്നും ഏറെ അകലെയാണ്. രാജ്യത്തിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സൂചകങ്ങളും ആശങ്കാജനകമാണ്. രാജ്യത്തെ കയറ്റുമതി ഇറക്കുമതി പണപ്പെരുപ്പം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ആകെ ജനസംഖ്യയുടെ 1/4 പട്ടിണിയിലാണ്. ഈ സംഖ്യകൾ സാമ്പത്തിക അസ്ഥിരതമായി പൊരുതുന്ന ഒരു രാജ്യത്തിന്റെ ചിത്രമാണ് വരച്ചു കാട്ടുന്നത്. അത് സാമൂഹികവും രാഷ്ട്രീയവുമായ സ്ഥിരതയെ ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ഭരണമാറ്റത്തിന്റെ അനന്തരഫലങ്ങളിൽ ഏറ്റവും ഭയാനകമായ ഒന്ന് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ വൻതോതിൽ വർദ്ധിച്ചു എന്നതാണ്. ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങൾ, ബലാത്സംഗങ്ങൾ, നിർബന്ധിത മതപരിവർത്തനം, മറ്റു തരത്തിലുള്ള പീഡനങ്ങൾ എന്നിവ അസ്വസ്ഥതാജനകമാക്കും വിധം സാധാരണമായിരിക്കുന്നു. ഹിന്ദു, ബുദ്ധിസ്റ്റ്, ക്രിസ്ത്യൻ യൂണിറ്റി കൗൺസിൽ 2024 ഓഗസ്റ്റിൽ 16 ദിവസങ്ങൾക്കിടയിൽ രാജ്യത്തുടനീളം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ 2000-ലധികം ആക്രമണങ്ങളിൽ നടന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാശ്ചാത്യ സംഘം ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമൂഹം ഈ നടപടികളെ അപലപിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ വാക്കുകൾ സ്ഥിതിഗതികൾ കാര്യമായ ഒരു സ്വാധീനവും ചെലുത്തിയിട്ടില്ല. ഭരണമാറ്റത്തെ അനുകൂലമായി സംഭവ വികാസമായി ചൂണ്ടിക്കാട്ടി 2024 ബംഗ്ലാദേശിനെ കൺട്രി ഓഫ് ദ ഇയറായി ഇക്കോണമിസ്റ്റ് അംഗീകരിച്ചത് ഈ കാപട്യത്തിന്റെ വ്യക്തമായ ഉദാഹരണമാണ്. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇക്കോണമിസ്റ്റിന്റെ സെലക്റ്റീവ് നയങ്ങളുടെ ചരിത്രവും ബംഗ്ലാദേശിൽ ഒതുങ്ങുന്നതല്ല എന്ന് കാണാനാകും. 2015 റോഹിംഗ്യൻ കൂട്ടക്കൊലയ്ക്ക് ലോകം സാക്ഷ്യം വഹിക്കുന്ന സമയത്താണ് മ്യാൻമാറിന് മാധ്യമ ജനാധിപത്യ സംവിധാനത്തിലേക്കുള്ള പരിവർത്തനത്തിനുള്ള അംഗീകാരം നൽകിയത്. 2022 റഷ്യയുമായുള്ള യുദ്ധത്തിൽ യുക്രൈനും ഇത്തരത്തിലുള്ള അംഗീകാരം നൽകിയിരുന്നു. ഈ നടപടി ആഗോള വിഷയങ്ങളിൽ പാശ്ചാത്യരുടെ സെലക്റ്റീവ് പ്രതികരണത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഉയർത്തുകയും ബ്രിട്ടീഷ് മാധ്യമത്തിന്റെ ഇത്തരം നടപടികൾ സംശയത്തോടല്ലാതെ നോക്കിക്കാണാൻ സാധിക്കുന്നില്ല.